പിന്നെ അമ്മമാരെ ഇപ്പോൾ സിനിമകളിൽ കുറച്ച് കുറക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള സീനുകൾ ഇപ്പം പ്രേമലൂലാവട്ടെ, നമ്മൾ ഗിഗ്ഗിറ്റയിലാവട്ടെ, അല്ല 2.5 മണിക്കൂർ സിനിമയാണെങ്കിൽ അമ്മ കുറച്ചേ ഉണ്ടാവും. അല്ല, അമ്മയുടെ മാത്രമല്ല, പൊതുവേ നമ്മളിപ്പം പണ്ടത്തെ സത്യൻ അന്തിക്കാട് സാറിൻ്റെ പടമോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോലത്തെ ഒരു ക്രൂ അല്ലല്ലോ ഇപ്പോഴത്തെ സിനിമയിലുള്ളത്. നമ്മൾ പൊന്മുട്ട ഇടുന്ന താറാവ്, അങ്ങനെ നമ്മൾ ദൂരം സിനിമ പഴയത് കണ്ടിരിക്കുന്നു. അതിലൊക്കെ നമുക്ക് ഒരു ഫാമിലി മൊത്തം ഉണ്ടാവും. അളിയൻ, പെങ്ങൾ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ആൾക്കാരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പറയാൻ അവരുടേതായിട്ടുള്ള കഥയും ഉണ്ടായിരുന്നു ആ സിനിമയിൽ. ഓരോരുത്തർക്കും ക്യാരക്ടറിന് ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ സംഭവിക്കുന്നില്ല. അതെ, 6-ാം തമ്പുരാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ എന്താ പറയുക, ലാലേട്ടന്റെ കൂടെയുള്ള ആൾക്കാരുണ്ടല്ലോ, അത് പ്രായം കൂടുതലുള്ള ആള് മുതൽ കുറച്ച് താഴോട്ട് വരെ എല്ലാവർക്കും ഉണ്ട് ഓരോരോ ക്യാരക്ടറിൽ പറയാനുള്ള കാര്യങ്ങൾ. അതെ അതെ അതെ. അപ്പം ആ ഒരു സംഭവം മൊത്തം സിനിമയിൽ നിന്ന് മാറിയിട്ടുണ്ട് അല്ലേ. ഇപ്പം 2 ആൾ വെച്ചിട്ടുള്ള സിനിമകളുണ്ട്, 3 ആൾ മാത്രമുള്ള സിനിമകളുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഇത് കണ്ടപ്പം ഇലവീഴ പൂഞ്ചിറയൊക്കെ. അപ്പം ഭയങ്കര രസമുള്ള സിനിമയാണ്. പക്ഷെ അതിലിപ്പോൾ എത്ര ആളുകളുണ്ടെന്ന്